ഹായ് ഫ്രണ്ട്സ്, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിത നായരുടെ വെയിറ്റിംഗ് ഫോർ റെയിനിന്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് കേട്ടോ. നോക്കാം ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഓഥർ നോട്ടീസ് അബൌട്ട് ദ passengers during the turbulence? അല്ലെ, what did the author notice about? authors എന്താണ് നോട്ടീസ് ചെയ്തത് ഇപ്പോൾ the passengers during the turbulence? അല്ലെ, ആ ഒരു ഇളക്കം ഉണ്ടായല്ലോ അല്ലെ, ക്ലൗഡിലോട്ട് നമ്മുടെ ഫ്ലൈറ്റ് ക്ലൗഡിലോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ടെർബുലൻസ്, ആ ഒരു ഇളക്കത്തില് പാസഞ്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ റിയാക്ഷൻസ് നമ്മുടെ ഓഥർ പറയുന്നുണ്ടല്ലോ, അതെന്താണ് എന്നാണ് ചോദ്യം. The passengers remained in silence. എല്ലാവരും എന്തായി, നിശബ്ദതയിലോട്ട് അങ്ങ് പോയി അല്ലെ. And they were afraid. അവരെന്തായിരുന്നു, ഭയപ്പെട്ടു അല്ലെ. The child was wailing in flight. അല്ലെ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അലറി കരഞ്ഞു അല്ലെ, ഉറക്ക അലറി കരഞ്ഞു പേടിച്ചിട്ട്. ഓക്കെ, ഇത്രയാണ്. Then what were the young man from the northern India seeking in Kerala? അല്ലെ, നോർത്തേൺ ഇന്ത്യയിലുള്ള യങ് മാൻ ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലോട്ട് വരുന്നത്? The young man were job seekers. അല്ലെ, അവരൊക്കെ എന്താണ്, ജോബ് സീക്കേഴ്സ് ആണ് അല്ലെ, ജോലി അന്വേഷിച്ചു കൊണ്ടാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. Why did the turbulence make the author happy? പക്ഷേ ആ ഒരു എയർപ്ലെയിനിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ടെർബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു, കരഞ്ഞു, സൈലന്റ് ആയി, നിശബ്ദമായി മുറുക്കി പിടിച്ചു അല്ലെ. പക്ഷെ നമ്മുടെ ഓഥർ മാത്രം എന്താണ്, ഹാപ്പി ആയിരുന്നു, മനസ്സുകൊണ്ട് ഹാപ്പി ആയിരുന്നു. വൈ എന്നാണ്, എന്തുകൊണ്ടെന്നാണ് റീസൺ അല്ലെ. നമുക്ക് നോക്കാം. ദ ടെർബുലൻസ് സിഗ്നിഫൈഡ് ദ അറൈവൽ ഓഫ് ദ മൺസൂൺ സീസൺ. എന്താണ് ആ ഇളക്കം, എന്തിനുള്ള ഒരു സിഗ്നൽ ആയിരുന്നു മക്കളെ? എന്തിനായിരുന്നു? മൺസൂൺ സീസൺ വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ ആണത്. അതുകൊണ്ടാണ് നമ്മുടെ ഓഥർ ഹാപ്പി ആയത്. ഇറ്റ് ഈസ് എ റിലീഫ് ഫ്രം ദ ഹീറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ. അത് എന്തിനൊരു സമാധാനമാണ്? മഴക്കാലം അല്ലെങ്കിൽ കാലവർഷം എന്തിനുള്ള സമാധാനമാണ്? ഹീറ്റും ഡ്രൈയും ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷനിൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ പോവാണ് അല്ലെ. ദ മൺസൂൺസ് അറൈവൽ ഈസ് എ ക്രൂഷ്യൽ ഫോർ അഗ്രികൾച്ചർ. അത് മാത്രമല്ല, മൺസൂൺസ് എന്താണ്, അഗ്രികൾച്ചറിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും അപ്പുറം ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ അനിത നായർ എന്ന് പറയുന്ന ഓഥർ നമ്മുടെ നാട്ടിലോട്ട് വരുന്നതിന് എന്താണ്, അവരുടെ അറൈവലിന്റെ എയിം എന്താണ്, അവരുടെ മഴയോടുള്ള ആ പരിചയം ഒരിക്കൽ കൂടെ പുതുക്കുക എന്നുള്ള ഒരു, മഴക്കാലത്തോടുള്ള അവരുടെ പരിചയം പുതുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അവര് നാട്ടിലോട്ട് വരുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് അവര് ഹാപ്പി ആയത്. The next, what was the author's primary reason for traveling to Kerala? എന്താണ് ഓഥറുടെ കേരളത്തിലോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഓക്കെ, the author wanted to renew her feelings with the rain. അല്ലെ, ഓഥറിന് അവരുടെ മഴയോടുള്ള ഫീലിങ്സ് ഒന്നും കൂടെ ഒന്ന് പുതുക്കാനാട്ടോ. എന്താണ് പറഞ്ഞത്? മഴയോടുള്ള അവരുടെ പരിചയമൊക്കെ ഒന്ന് പുതുക്കാൻ, മഴ ആസ്വദിക്കാൻ വരികയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, who did the author call every day what was cure? അല്ലെ, who did the author call every day what was the cure? അല്ലെ, നമ്മുടെ ഓഥർ ഡെയിലി ആരെയാണ് വിളിക്കാറുള്ളത്? ഇനി വിളിച്ചിട്ട് എന്താണ് അവർ അന്വേഷിക്കാറുള്ളത്? the author called the parents every day. ഓഥർ എന്നും അവരുടെ പാരന്റ്സിനെ വിളിക്കും. The query she asked was, is it the rain there? എന്നിട്ട് അവരെന്താണ് അന്വേഷിക്കുന്നത്? അവിടെ മഴ പെയ്യുന്നുണ്ടോ? These daily questions highlight the author's concern for the arrival of the monsoon rains. അല്ലെ, ഈ ഒരു ഡെയിലി ചോദ്യം ചോദിക്കുന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓഥർക്ക് നമ്മുടെ മഴക്കാലം വരുന്നതിന് ഓഥർ കൊടുക്കുന്ന കൺസേൺ, അതിന് ഓഥർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഡെയിലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ സാധിക്കും. Why was the first day of the month കർക്കിടകം ഡിസപ്പോയിന്റ്മെന്റ് ഫോർ ദ വില്ലേജസ്? കർക്കിടകത്തിലെ ഫസ്റ്റ് മാസം വില്ലേജ് ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും നിരാശയാണ് കൊടുത്തത്. എന്താണ് കാരണം? The first day of the month of Karkidakam was a disappointment for the villagers because കാരണം it did not bring anticipated monsoon rain. അല്ലെ, അവര് പ്രതീക്ഷിച്ച, അല്ലെ, അവർക്ക് എന്താണ്, അവർക്കൊരു പ്രതീക്ഷിച്ച മഴ ആ സമയത്ത് എന്തില്ല, കിട്ടിയില്ല. കർക്കിടകം also known as the month of Ramayana or the month of Monsoon in the Malayalam calendar. അല്ലെ, കർക്കിടകം എന്ന് പറഞ്ഞ രാമായണ മാസമാണ്. അതുപോലെ മൺസൂണിലെ മലയാളം കലണ്ടറിൽ മൺസൂൺ മാസമാണ് അല്ലെ, മഴക്കാലമാണ്.
is traditionally expect to bring heavy rain അല്ലേ. പൊതുവെ ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന വലിയ മഴയാണ്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ അഗ്രികൾച്ചർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃഷിക്ക് അല്ലേ. അപ്പം അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ വമ്പൻ മഴയാണ് ആളുകൾ പ്രതീക്ഷിക്കുക. അപ്പം അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് അവർ ഡിസപ്പോയിൻമെൻ്റ് ആയി എന്ന് പറയുന്നത്. Then next, what did the author expect? Where did the author expect to celebrate the onset of the monsoon? അല്ലേ, ഓതർ എങ്ങനെയാണ് നമ്മുടെ മൺസൂൺ കാലം വരുന്നതിനെ കുറിച്ച് എക്സെപ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. നോക്കാം. The author expected to celebrate the onset of the monsoon in her ancestral village at മുണ്ടക്കുറിശി in Kerala. അല്ലേ, അവരെങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത്? അവർ സെലിബ്രേറ്റ് ചെയ്യാണ് മൺസൂൺ കാലം വരുന്നത്. അവരുടെ മുണ്ടക്കുറിശിയിലുള്ള അവരുടെ വില്ലേജിൽ മൺസൂൺ കാലം വരുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അവർ എക്സ്പെക്ട് ചെയ്തത്. The anticipation of the monsoon's arrival of this region is deeply tied to culture and agriculture practice. അല്ലേ, അവരുടെ ആ ഒരു മൺസൂൺ കാലത്തെ ഒരു വരവ് അവർക്കൊരു പ്രതീക്ഷയാണ്. എങ്ങനെ? അവരുടെ ഒരു സംസ്കാരവുമായിട്ടും അവരുടെ ഒരു കൾച്ചറുമായിട്ടും കൃഷിയുമായിട്ടും എല്ലാം ഇത് ഡെപ്താണ് അല്ലേ. ഒരു കർക്കിടക മാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആ ടൈമിൽ ചെയ്യുന്ന കുറേ ആചാരങ്ങളും റിച്വൽസും പിന്നെ കൃഷിക്ക് വേണ്ടി ചെയ്യുന്നതും അതൊരു ലൈഫിൻ്റെ പാർട്ടാണ് വില്ലേജിലുള്ള ആളുകൾക്കൊക്കെ മഴക്കാലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് ഡീപ്ലി ടൈഡ് ടു ദർ കൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ്. അവരുടെ അഗ്രികൾച്ചർ കൃഷി സംബന്ധമായിട്ടുള്ള പ്രാക്ടീസിനും അതുപോലെ അവരുടെ സംസ്കാരവുമായിട്ടും ഒക്കെ ഈ ഒരു മൺസൂണിൻ്റെ അറൈവൽ എന്താണ്, വളരെ ഒരു ടൈ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. What, according to the author, is the impact of the building concrete structures and cutting down trees on the water resource? എന്താണ് ഓതറിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പണിത് മരങ്ങളൊക്കെ മുറിക്കുന്നതുകൊണ്ട് വാട്ടർ സോഴ്സിനൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ. According to അനിത നായർ, the building of concrete structures and the cutting down of trees have a negative impact of water resource. അല്ലേ, വാട്ടർ റിസോഴ്സുകൾ ഉണ്ടല്ലോ അല്ലേ, വെള്ളം തരുന്ന വാട്ടർ റിസോഴ്സുകളാണല്ലേ ഏതൊക്കെയാ? നമ്മുടെ മഴ, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, മഴയും മറ്റും വാട്ടർ സോഴ്സുകളൊക്കെ ഉണ്ട്. ഏതാണ്? അരുവികളും പുഴകളും ഇല്ല, എല്ലാ വാട്ടർ സോഴ്സുകൾക്കൊക്കെ എന്താണ് ഇങ്ങനെയുള്ള വാട്ടർ റിസോഴ്സുകൾക്കൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നിങ്ങളെ മരങ്ങൾ മുറിക്കുന്നതുകൊണ്ടും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുന്നതുകൊണ്ടുണ്ടാവുന്നത്. ദിസ് ആക്ടിവിറ്റീസ് ബ്ലോക്ക് ദ നാച്ചുറൽ വാട്ടർ സൈക്കിൾ. അല്ലേ, നമുക്ക് നാച്ചുറലി കിട്ടുന്ന വാട്ടർ സൈക്കിളിനെ ഇതെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യാണ് അല്ലേ. അല്ലെ ടു ഡിക്രീസ് ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. സ്വാഭാവികമായിട്ടും അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ, വെള്ളത്തിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ത് ചെയ്യും? കുറയും. കോൺക്രീറ്റ് സർഫേസ് പ്രിവെന്റ് റെയിൻ വാട്ടർ ഫ്രം ദ സീപ്പിംഗ് ഇൻ ടു ദ ഗ്രൗണ്ട്. അതുപോലെ ഭൂമി ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കട്ട പതിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഭൂമി വലിച്ചെടുക്കുന്ന എന്ത് ചെയ്യും? അതും അതിനെയും ബാധിക്കും. അതും അതിന് വലിച്ചെടുക്കാനുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? പ്രിവെന്റ് ചെയ്യാണ്. It reduces the replenishment of the aquifers. Aquifers മീൻസ് എന്താണെന്ന് അറിയാം? വാട്ടർ സോഴ്സിന് തന്നെയാണ് കേട്ടോ അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. ഈ വാട്ടർ റിസോഴ്സുകൾക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? ഒരുപാട് അവരെ ബാധിക്കും. റീഫോറസ്റ്റേഷൻസ് ആൻഡ് റിമൂവ്സ് ദ ട്രീസ് ദാറ്റ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ എക്കോസിസ്റ്റം വാട്ടർ ബാലൻസ്. അല്ലേ, ഡിഫോറസ്റ്റേഷൻ ആണ് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? അതും തന്നെ ഈ പറഞ്ഞ പോലെ വളരെ എക്കോസിസ്റ്റത്തിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ മഴ കുറയും സ്വാഭാവികമായിട്ടും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ വാട്ടർ ബാലൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. Who does the author compare the monsoon to in terms of anticipation and disappointment? പ്രതീക്ഷയും നിരാശയും അല്ലേ. ആന്റിസിപ്പേഷൻ മീൻസ് പ്രതീക്ഷ, ഡിസപ്പോയിൻമെന്റ് മീൻസ് നിരാശ. ഓപ്പോസിറ്റ് ആട്ടോ, പ്രതീക്ഷയും നിരാശയും. ഇങ്ങനെയുള്ള ഈ വേർഡിനെ, ഈ ടേമിനെ, മൺസൂണിന്റെ ഈ ആന്റിസിപ്പേഷനെയും ഡിസപ്പോയിൻമെന്റിനെയും ഓതർ ആരുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. The author compares the anticipation and the disappointment surrounding the monsoon to the much awaited visit by a rich relative who hasn't arrived. അല്ലേ, ആരാണ്? മൺസൂൺ കാലത്തെ മൺസൂണിനെ പ്രതീക്ഷയും മൺസൂണിന്റെ നിരാശയും
ഓതർ ആരായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു റിച്ച് ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവിന് നമ്മൾ ഒരുപാട് ആൻസിപ്പേഷൻ കൊടുക്കുക അല്ലെ, ഒരുപാട് പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വരാതിരിക്കുമ്പോൾ എന്താണ്? ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവാണ്. അപ്പോൾ ഒരു റിച്ച് റിലേറ്റീവ് ആയിട്ടുമാണ് ഓതർ കമ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. The villagers anticipate the monsoon rain with a great hope. അല്ലെ, വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വില്ലേജസിന് എന്താണ്? നിരാശയാണ് അല്ലെ നമ്മുടെ ഇത് കൊടുക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ മൺസൂൺ റെയിൻസിന് വളരെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വില്ലേജസ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, What did the author's uncle accuse the monsoon of in the passage? അല്ലെ, ഓതറിന്റെ അങ്കിള് മൺസൂൺ കാലത്തെ കുറിച്ച് നമ്മുടെ പാസേജിൽ ഒരുപാട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതെന്ന് നോക്കാം. The author's uncle accused the monsoon of being കാട്ടിക്കൂട്ടി പോവുക അല്ലെ. കാട്ടിക്കൂട്ടി പോവുക എന്ന് പറയുന്ന ഒരു വേർഡായിട്ടാണ് ഓതർ പറയുന്നത്. This reflect the frustration and disappointment of the villagers who depend heavily on the timely arrival of the monsoon rain for their agricultural activities and overall well-being. അല്ലെ, ഇത് എന്തിനാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ഫ്രസ്ട്രേഷൻ ആണ് അല്ലെ, നിരാശ. ആൻഡ് ഡിസപ്പോയിൻമെന്റ് പറഞ്ഞാലും എന്ത് തന്നെയാണ്? നിരാശയാണ് അല്ലെ, ആകുലതയും നിരാശയുമാണ് വില്ലേജസിന്റെ. ഒരുപാട് ഡിപ്പെൻഡ് ചെയ്ത്, ഹെവി ആയിട്ട് മഴയെ ഡിപ്പെൻഡ് ചെയ്ത്, മൺസൂൺ കാലത്ത് ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും അവരുടെ മൊത്തത്തിലുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് മഴയെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വില്ലേജസിന്റെ നിരാശയാണ് അദ്ദേഹം കാട്ടിക്കൂട്ടി പോവുക എന്ന് പറയുന്ന വേർഡിലൂടെ പറഞ്ഞത്. ഓക്കെ, The uncle's accusation underscores the growing unpredictability of the weather patterns and resulting anxiety with the community. അല്ലെ, അങ്കിൾ ആ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആ വേർഡ് യൂസ് ചെയ്തത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കാലാവസ്ഥയുടെ ഒരു വരവ് അല്ലെ, കാലാവസ്ഥയുടെ മാറ്റം, അതിൽ നിന്നും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ആൻസൈറ്റിയും ഉത്കണ്ഠയും നിരാശയിൽ നിന്നും വരുന്ന റിസൾട്ടിന്റെ ഭാഗമായിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് കാട്ടിക്കൂട്ടി പോവുക എന്ന് പറയുന്നത്. ക്ലിയർ? When did the author finally hear the sound of the rain? എപ്പോഴാണ് ഓതർ അവസാനമായിട്ട് ആ മഴയുടെ ശബ്ദം ഒന്ന് കേട്ടത് എന്നാണ് ചോദ്യം. The author finally heard the sound of the rain at 2 AM at night. അല്ലെ, രാത്രി 2 മണിക്കാണ് കേട്ടത്. This moment of the hearing rain brought the sense of the relief and joy. അവരുടെ ഉള്ളിൽ എന്തുണ്ടാക്കി? ഒരു സന്തോഷവും ഒരു ആശ്വാസവും ഒക്കെയാണ് അവർക്ക് ആ സമയത്ത് അത് കൊണ്ടുവന്നത്. It signaled the long waited arrival of the monsoon. അല്ലെ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ടാകും. കാരണം എന്താണ്? അവർ അതിയായിട്ട് മൺസൂൺ കാലത്തിനെ വെയിറ്റ് ചെയ്തിരുന്നു. How does the author describe the sound and the feeling of the rain? അല്ലെ, മഴയെ ഓതർ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ആ ഫീലിങ്സ്, അവർ ആ സൗണ്ടിനെ, ആ ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? The author describes sound and feelings of the rain with a sense of vivid relief and joy. അല്ലെ, ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു റിലാക്സേഷനും സന്തോഷമൊക്കെയാണ്, ആ ഒരു ഫീലിംഗും ഒക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. She likes the sound of the rain to a drum sound of the relief. അല്ലെ, ഒരു ഡ്രം സൗണ്ട് ഓഫ് റിലീഫ് പോലെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. It indicates the rhythmic and soothing sound. അല്ലെ, ഒരു റിതമിക് പാട്ട് പോലെയും ഒരു സൂത്തിങ് സൗണ്ട് പോലെയാണ് അവർ കണ്ടിട്ടുള്ളത്. The phrase gamaka laden notes refers to musical notes in a rich ഗമാക്കാസ്. അല്ലെ, ഗമാക്കയിലുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള മ്യൂസിക് നോട്ട്സിനാണ് ഗമാക്ക ലാഡൻ നോട്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടേം യൂസ് ടു ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. അല്ലെ, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് കേട്ടോ അത്. Then it describe the ornamentations applied to musical notes. അല്ലെ, മ്യൂസിക്കൽ നോട്ട്സിന് യൂസ് ചെയ്യുന്ന ഓർണമെന്റേഷൻ ആണ് അവർ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. This can include various techniques such as slides, oscillation and vibration. അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? Why was the author afraid even to sign the pleasure while watching the rain? അല്ലെ, why was the author afraid even the sign of pleasure while watching the rain? അല്ലെ, മഴ കണ്ടപ്പോൾ മനസ്സറിഞ്ഞങ്ങോട്ട് സന്തോഷിക്കാൻ ഓതർക്ക് ധൈര്യം വരുന്നില്ല. അല്ലെ, അതെന്താണെന്നുള്ളതാണ് ചോദ്യം. The author was afraid to sign the pleasure while watching the rain because she feared that it might disturb her. അല്ലെ, മനസ്സറിഞ്ഞുകൊണ്ട് അവർ അതിയായിട്ട് ഉള്ളിൽ നിന്ന് സന്തോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ പേടിക്കാണ്, ചിലപ്പം ഇത് മഴയെ ശല്യപ്പെടുത്തിയാലോ,
അവർ ആ പ്ലഷർ അവർ സന്തോഷിക്കുന്നത് മഴയ്ക്കൊരു ബുദ്ധിമുട്ടായാലോ എന്ന്. ഇറ്റ്സ് എ സൂപ്പർസ്റ്റിഷ്യസ് ദാറ്റ് സജസ്റ്റ് സെലിബ്രേറ്റിംഗ് സംതിങ് പ്രിമേച്ചർലി മൈറ്റ് കോസ് എ ഡിസൈഡ് ഔട്ട്കം ടു ബി വിത്ത് ഹെൽഡ് അല്ലേ. ഇതെന്താണ് ഞാൻ പറഞ്ഞ പോലെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള അന്ധവിശ്വാസമാണ് കേട്ടോ. എന്താണ്, ഒരുപാട് എന്തിനെങ്കിലും കൂടുതൽ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒരു അപകടം പിന്നീട് വിളിച്ചു വരുത്തും എന്നുള്ള ആ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള വിശ്വാസം ഉണ്ടല്ലോ, അത് കേട്ടോ. Therefore the author refrained from the expression pleasure, it might be avoid any risk of writing there അല്ലേ. അതുകൊണ്ടാണ് ഓദർ എന്ത് ചെയ്ത് ഒരുപാട് അമിതമായിട്ട് സന്തോഷിക്കാതെ ഒരു മിതമായിട്ട് രീതിക്ക് സന്തോഷത്തിനുമായി അങ്ങോട്ട് പറഞ്ഞു വിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. Let's rewind. Revisit the passage and respond to the following question. How does the author describe the behavior of the monsoon? അല്ലെ, എങ്ങനെയാണ് മൺസൂൺ കാലത്തിന്റെ ബിഹേവിയർ ഓദർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? മഴയുടെ സ്വഭാവത്തെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. The author described the behavior of the monsoon as അൺപ്രഡിക്റ്റബിൾ അല്ലെ, ഒട്ടും പറയാൻ കഴിയാത്ത, മുൻകൂർ നമുക്ക് വിധിച്ച് പറയാൻ കഴിയും, പ്രഡിക്റ്റബിൾ അല്ല അല്ലെ, നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്വഭാവമാണ് മഴൻ്റെത് കേട്ടോ. She portrays the monsoon as one of the arrives unexpectedly അല്ലെ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മൺസൂൺ വരുന്നത്. It often teases the anticipation of the village. ഇത് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വില്ലേജസിന് ഒരു പ്രതീക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. ആൻഡ് ഇറ്റ് മൺസൂൺ ബിഹേവിയർ റിഫ്ലക്ട് ദ അൺസർട്ടനിറ്റി അല്ലേ, ഇങ്ങനെയുള്ള ഒരു ഉറപ്പില്ലാത്തൊരു ക്യാരക്ടറാണ് മൺസൂണിനുള്ളത്. ചിലപ്പം വരും, ചിലപ്പം വരില്ല, ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരും, ചിലപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ വരൂല്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ. What did the villagers feel about the delayed monsoon? What did the villagers feel about the delayed monsoon? അല്ലെ, വില്ലേജസിന് വൈകി വരുന്ന മൺസൂൺ കാലത്തെ കുറിച്ചുള്ള അവരുടെ ആശങ്കകളും ആഗ്രഹങ്ങളും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. The villagers felt anxious and disheartened about the delayed monsoon. വളരെ കോൺഷ്യസ് ആയിട്ടും വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ, വളരെ വിഷമത്തോട് കൂടിയിട്ടും നിരാശയോട് കൂടിയിട്ടും വളരെ ആകുലരായിട്ടാണ് അവർ മൺസൂൺ വൈകുന്നതിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്. ദ സമ്മർ ട്രോട്ട് ഹാഡ് ബീൻ ഇന്റൻസ്. അവരുടെ ഇടയിൽ എന്തുണ്ട്, ചൂടുകാലം വളരെ ആഴത്തിലുള്ള വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ദ മൺസൂൺ റെയിൻസ് ആർ എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ. മഴക്കാലത്ത് മഴ എന്താണ്, അവരുടെ കൃഷിക്ക് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. വാട്ടർ സപ്ലൈ, ഓവറോൾ ലൈവ്ലിഹുഡ് ഇൻ ദ റീജിയൻ, എല്ലാത്തിനും അവർക്ക് ഇപ്പം എന്താണ്, മഴ അത്യാവശ്യമാണ്. The villages' emotions ranged from the frustration to fear of the potential drought and crop failure if the rain did not arrive. So, അല്ലേ, അവരുടെ ക്രോപ്പൊക്കെ, അവരുടെ വിത്തുകളും മറ്റു കാര്യങ്ങളും അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോകുമെന്നുള്ള ഭയമുണ്ട് അവർക്ക്. ഫ്രസ്ട്രേഷൻസ്, നിരാശകളിൽ നിന്നുള്ള ഇമോഷൻസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. Then third question, what emotions and sensations did the author experience when the monsoon finally arrived? അല്ലെ, എന്തൊക്കെ ഇമോഷൻസും ഫീലിങ്സും ആണ് അവസാനം മൺസൂൺ വന്നപ്പോൾ നമ്മുടെ ഓദർക്ക് വന്നത്? The author experienced a mixture of emotions and sensations. അല്ലെ, മിക്സിങ് ആയിരുന്നു അല്ലെ, പേടിയും അത് സന്തോഷവും റിലാക്സും എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ആയിരുന്നു അല്ലെ. ഇറ്റ് വാസ് ലൈക്ക് ദ റിട്ടേണിംഗ് ഓഫ് എ പ്രോഡിക്കൽ സൺ. എന്താണ് ഈ പ്രോഡിക്കൽ സൺ എന്ന് പറഞ്ഞാൽ? ഒരു വഴിതെറ്റിപ്പോയ ദൂർത്തനായിട്ടുള്ള മകൻ തിരിച്ചു വരുന്ന പോലെ തോന്നി. There was a profound sense of relief as the long waited rains brought into end of the oppressive heat and dryness. അല്ലെ, അടിച്ച് ഒപ്രസീവായിട്ടുള്ള ഹീറ്റിനും ഡ്രൈനെസ്സിനും ശേഷം ആ ഒരു വളർച്ചയിലോട്ട് ഒരു മഴ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക റിലാക്സേഷൻ ഫീലിങ്സ് ആണ് അവർക്ക് വന്നത്. The author felt joy and happiness witnessing the rejuvenating effect of the rain. അല്ലെ, വിറ്റ്നസിങ് ദ റിജുവിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് വന്നിട്ടുള്ള ആ ഒരു മഴയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹാപ്പിനെസ്സും സന്തോഷമാണ് ഉണ്ടായത്. There was a feeling of the gratitude towards nature. പ്രകൃതിയോട് അവരുടെ ഉള്ളിൽ നിന്ന് ഒരു ഉപകാരസ്മരണ, നന്ദിയൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് വന്നു. There was a sensory delight in experiencing the sight, sound and smells associated with the rain. അല്ലേ, ഒരു പ്രത്യേക ഫീലിങ്സ് അല്ലേ, സെൻസർ ഫീലിങ്സ് പറഞ്ഞാൽ എന്താ, നമ്മുടെ കണ്ണും മൂക്കും ചെവിയും മൊത്തത്തിൽ അങ്ങ് ആസ്വദിക്കുക അല്ലേ. ഒരു മണവും മഴ വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ണുകൾക്കും ചെവിക്കും സ്മെല്ലും ഇതിലെല്ലാം മഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രീതിക്കുള്ള ഒരു സെൻസർ ഫീലിങ്സും അവർ ആസ്വദിക്കുകയാണ്. ഇറ്റ് വാസ് ലൈക്ക് എ പ്ലെയിൻ ആൻഡ് ജമാ ലാഡ് ആൻഡ് മ്യൂസിക്കൽ നോട്ട്സ് അല്ലേ, ഒരു അടിപൊളി മഴ, നല്ല അടിപൊളി ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്ന നോട്ട്സ് പോലെയാണ് അവർക്ക് മഴയുടെ മ്യൂസിക് താളമായിട്ടൊക്കെ തോന്നിയത്. ഇറ്റ് ബ്രോട്ട് എ റിഫ്രഷിംഗ് ചേഞ്ച് ടു ദ എൻവയോൺമെന്റ്. ഇത് മൊത്തത്തിൽ പ്രകൃതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, discuss the author's anticipation, reflect and the experience of the monsoon and the sense of well-being
ഇറ്റ് ബ്രിങ് ടു ഹർ അല്ലേ. അവരുടെ നമ്മുടെ ഓതറിൻ്റെ ഒരു പ്രതീക്ഷ, അവരുടെ റിഫ്ലക്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ മൺസൂൺ, അവരെ പ്രതീക്ഷയും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ മഴയെക്കുറിച്ചുള്ളത് അത് അവരുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. നോക്കാം. The author's anticipations, reflections and experience of the monsoon are deeply intertwined with the sense of the culture and emotional significance അല്ലേ. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ചില ആളുകളുടെ നാട്ടിൽ ഈ മഴയൊക്കെ ആയിട്ട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്ഡ് ആയി. കാരണം അവരുടെ വീട്ടിൽ മഴ പെയ്യുമ്പോഴായിരിക്കും ചിലപ്പം ചില കൃഷി ഇറക്കുന്നത് അല്ലേ. മഴ പെയ്തിട്ട് വേണ്ടി വരും ചിലത് കൊയ്യാൻ, ചില മഴക്കാലം വരുമ്പോൾ ആ വെള്ളം വന്നിട്ട് വേണ്ടി വരും അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർക്കതൊരു അങ്ങനെയുള്ള പല രീതിക്കുള്ള കൾച്ചറൽ ഇമോഷണൽ ഫീലിങ്സൊക്കെ ഉണ്ട്. അതുപോലെ ഒരു ഫീലിങ്സ് ഡീപ്ലി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഓതർക്കും ഉള്ളത്. ഷീ ഈഗർലി അവേഴ്സ് ദ മൺസൂൺ, അവർ വളരെ ഈഗറായിട്ടാണ് മഴയെ വെയിറ്റ് ചെയ്തത്. ഷീ റിഫ്ലക്ട് ഓൺ ദ ഇൻറ്റൻസ് ഹീറ്റ് ആൻഡ് ഡ്രൈനെസ് അല്ലേ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൂടിലോട്ടും ഡ്രൈനെസ്സിലോട്ടുമാണ് ആ ഒരു മഴ വന്ന് വീണത് കേട്ടോ. As the author wait for the monsoon, she reflect the impact of the delayed rain for agriculture, water resource and the overall well-being of the villages അല്ലേ. വില്ലേജിലുള്ള ആളുകളുടെ വാട്ടർ റിസോഴ്സുകളെ കുറിച്ചും അവരുടെ അഗ്രികൾച്ചറിനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഴ ഒരുപാട് എന്താ പറയുക, മഴയുടെ വഴികൾ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഓതർ മഴയെ വളരെ ഒരു ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. When the monsoon finally arrives, monsoon അവസാനം വന്നപ്പോൾ the author experienced a profound sense of well-being. The rains bring not only physical relief from the heat but also emotional rejuvenation അല്ലേ. ഇപ്പം ഫിസിക്കലി മാത്രമല്ല അവർക്ക് സന്തോഷം, ശരീരം കുറച്ച് തണുക്ക മാത്രമല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പറയില്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പുനർജീവനം അവർക്ക് സംഭവിച്ചു. ഷീ ഡിസ്ക്രൈബ് ദ ജോയ് ഓഫ് ഹിയറിംഗ് ദ റെയിൻ ഡ്രോപ്സ്. അവരെന്ത് ചെയ്യാണ്, അവർ ആ റെയിൻ ഡ്രോപ്സിൻ്റെ ആ വീഴുന്നത് വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ദ സ്മെൽ ഓഫ് ദ വെറ്റ് എർത്ത് അല്ലേ, ഭൂമിയിലോട്ട് ഉണങ്ങിയ ഭൂമിയിലോട്ട് മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന മണം. ആൻഡ് ദ സൈറ്റ് ഓഫ് ദ പാച്ച്ഡ് ആൻഡ് ലാൻഡ് കമ്മിങ് ബാക്ക് ടു ദ ലൈഫ് അല്ലേ, വീണ്ടും ഭൂമിക്ക് ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ. ദ മൺസൂൺ ബ്രിങ്സ് എ ഡീപ് സെൻസ് ഓഫ് വെൽ ബീയിങ് ടു ദ ഓതർ ആൻഡ് ദ കമ്മ്യൂണിറ്റി അല്ലേ. അങ്ങനെ മൺസൂൺ കാലം നമ്മുടെ മനുഷ്യർക്കും നമ്മുടെ വില്ലേജിലുള്ള ആളുകൾക്കും ആ ഒരു സൊസൈറ്റിക്കൊക്കെ വളരെ വലിയൊരു ഊർജ്ജസ്വലതയും വലിയൊരു ഹാപ്പിനെസ്സും ഒരു റിലാക്സേഷനും ഒക്കെയാണ് കിട്ടുന്നത്. ഇറ്റ് സിഗ്നിഫൈ റിന്യൂവൽ, ഗ്രോത്ത് ആൻഡ് അബണ്ടൻസ് അല്ലേ. വീണ്ടും ഒരു വളർച്ചയും ഒരു പുനർജീവനവും മൊത്തത്തിൽ എന്താണ്, വീണ്ടും ഒരു ഊഷ്മളതയോട് കൂടിയിട്ടുള്ള ഒരു വരവേൽപ്പാണ് ഭൂമിക്ക് ഈ മഴയിലൂടെ ലഭിക്കുന്നത്. ലെറ്റ്സ് റിവാൻ ഡിസ്ക്രൈബ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഇൻ യുവർ വേർഡ്സ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, മൺസൂൺ കാലം നിങ്ങൾക്കുണ്ടല്ലോ, ഇപ്പം ഇത്രയും പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഫുള്ള് നിങ്ങളുടെ മഴക്കാലത്ത് വന്നുള്ള പല എക്സ്പീരിയൻസും മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പം ഇനി അതിനൊരവസരമാണ് കേട്ടോ. നിങ്ങളുടെ മഴക്കാല എക്സ്പീരിയൻസ് ഒന്ന് ഇതിൽ നിന്നും കുറച്ച് വേറിട്ടിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലേ. ഇനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ മൺസൂൺ സീസൺ. ഇതൊരു മൺസൂൺ കാലത്തിന്റെ തുടക്കമാണ്. ഐ ക്യാൻ ഓൾറെഡി ഫീൽ ദ ചേഞ്ച് ഇൻ ദ എയർ അല്ലേ. ആ ഭൂമിയിൽ ആ മാറ്റങ്ങൾ എനിക്ക് ഓൾറെഡി ഫീൽ ചെയ്യും. മൺസൂൺ വരുമ്പോഴുള്ള മാറ്റം എനിക്ക് ഓൾറെഡി ഫീൽ ചെയ്യാം. We waited the arrival of the rain that bring relief after the summer heat അല്ലേ. ആ ചൂട് കാലത്തിന് ശേഷം വരുന്ന ആ മഴയുടെ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. There was a noticeable shift in the atmosphere. നമുക്ക് കാണാൻ സാധിക്കാവുന്ന മാറ്റങ്ങളൊക്കെ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ചുറ്റുപാടും അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. The sky was overcast with a dark cloud. ആകാശം എന്ത് ചെയ്യാണ്, കാറത്ത് ഇങ്ങനെ ഇരുണ്ട് മൂടാണ് അല്ലേ, ഡാർക്ക്നെസ്സിനോട് കൊണ്ട്. The air felt the cool. ഇപ്പം എന്താണ്, അന്തരീക്ഷത്തിലൂടെ ഉള്ള കാറ്റിനൊക്കെ എന്തുണ്ട്, ഒരു ചെറിയൊരു തണുപ്പുണ്ട്. ആൻഡ് കൂൾ ആൻഡ് ഡാം അല്ലേ, ഒരു ഈർപ്പവും തണുപ്പും ഒക്കെ ഉണ്ട്. ആൻഡ് couldn't help but smile. I heard the first few drops of the rain pattering against my window. I couldn't help but smile as I heard the first few drops of rain pattering against my window അല്ലേ. ആദ്യത്തെ ഒരു മഴത്തുള്ളി എൻ്റെ ജനാൽപ്പാടികളിൽ വന്ന് പാറ്ററിങ് ചെയ്ത് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്മൈൽ ചെയ്തു. It's amazing how something as simple as rain can bring such a joy and excitement. ഇതൊരു വളരെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെ. സിമ്പിൾ റെയിൻ ക്യാൻ ബ്രിങ് സച്ച് എ ജോയ്. ഒരു ചെറിയൊരു മഴത്തുള്ളിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ മഴക്ക് വളരെയധികം നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ദ സൗണ്ട് ഓഫ് മൺസൂൺ റെയിൻ ഇസ് ലൈക്ക് എ മ്യൂസിക് ടു മൈ ഇയേഴ്സ്, സൂത്തിങ് റിതമിക് അല്ലേ. ഒരു നല്ല താളത്തിലുള്ള അടിപൊളി മ്യൂസിക് ആയിട്ടാണ് എൻ്റെ ചെവികൾക്ക് മഴ
കേൾക്കുന്നത്. ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് ഗ്ലിസ്റ്റൻഡ് വിത്ത് ദ വാട്ടർ, അല്ലെ, പുറത്ത് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രീറ്റ് ഇങ്ങനെ മൂടുന്നുണ്ട്, അല്ലെ, അതിങ്ങനെ അതിനെ പൊതിയുന്നുണ്ട്. ഐ നോ ദാറ്റ് ദ സൂൺ എവറിത്തിങ് ദാറ്റ് വിൽ ബി വാഷ്ഡ് ക്ലീൻ ആൻഡ് ദ വൈബ്രന്റ്. എനിക്കറിയാം എല്ലാം എന്താവും, ഇപ്പം ആ മഴവെള്ളം കൊണ്ട് വാഷ് ചെയ്യപ്പെടും, എല്ലാം വീണ്ടും പോലെ വൈബ്രന്റ് ആയി മാറും. ദ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് സീം ടു ബി സെലിബ്രേറ്റിംഗ് ടു. മരങ്ങളും ചെടികളൊക്കെ അത് ആസ്വദിക്കുന്നുണ്ട്, അവരൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. ദവർ വെറ്റ്, അവർ നനയുന്നുണ്ട്. ദ ഫീൽഡ് ടേൺസ് ടു ലഷ് ഗ്രീൻ, വീണ്ടും ഫീൽഡൊക്കെ എന്താവുന്നുണ്ട്, പച്ചപ്പ് നിറയുന്നുണ്ട്. റിവേഴ്സ് ആൻഡ് ലേക്സ് വർ ഫില്ലഡ് അപ്പ്, പുഴകളും തടാകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിറഞ്ഞൊഴുകുന്നുണ്ട്. ദർ ഇസ് എ സെൻസ് ഓഫ് റിന്യൂവൽ ഹോപ്പ് ഇൻ ദെയർ, അല്ലെ, ഭൂമിക്ക് മൊത്തത്തിൽ ഒരു പുതിയ ജീവൻ, ഒരു പുതിയ പ്രതീക്ഷ, അല്ലെ. ഐ ഫീൽ ഹാപ്പി ടു വിറ്റ്നസ് ദ മൺസൂൺ സീസൺ. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു മൺസൂൺ സീസൺ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നില്ല. അതിന് വിറ്റ്നസ് മീൻസ് സാക്ഷിയാ പറഞ്ഞാൽ നേരിട്ട് കാണാൻ കഴിയുന്നില്ല. റിമൈൻഡർ ഓഫ് നാച്ചേഴ്സ് പവർ ആൻഡ് ബ്യൂട്ടി, അല്ലെ, ഭൂമിയുടെ ഈ ഒരു ഭംഗിയും അതിൻ്റെ ശക്തിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിഞ്ഞ് ഞാൻ ഹാപ്പിയാണ്. ഐ ലുക്ക് ഫോർവേഡ് ദ എംബ്രാസിംഗ് റൈനി ഡേയ്സ് അഹെഡ് നോയിങ് ദാറ്റ് ഈച്ച് ഡ്രോപ്പ് ബീങ് വിത്ത് ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗ്രോത്ത്, അല്ലെ. ഇങ്ങനെ മൊത്തത്തിൽ ഇതെന്താണ് മക്കളെ, ഇതൊക്കെ ഒരു വളർച്ചയുടെ, അല്ലെ, നമ്മുടെ ഭൂമിയുടെ വളർച്ചയുടെയും ഓരോ തുള്ളിയും എന്താണ്, നമ്മുടെ ഭൂമിക്കുള്ള പച്ചപ്പും മുഴുപ്പും, നമ്മുടെ ഭൂമിയുടെ ഒരു പുനർജീവനത്തിന്റെ ഓരോ തുള്ളിയും നമ്മുടെ ഭൂമിക്കുള്ള ഒരു പുനർജീവനമായിട്ടാണ് നമുക്ക് തോന്നുക, അല്ലെ. മഴ ഭൂമിയിൽ പതിക്കുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത്, അല്ലെ. മഴവെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകുന്നതോട് കൂടിയിട്ട് ആദ്യത്തെ ആ ഒരു സ്മെല്ല് ഇത് കഴിഞ്ഞാലും ഉണ്ടാവും, പിന്നെ ഒരു തണുപ്പ്, ഒരു ഈർപ്പമാണ്, അല്ലെ. ഈ പറഞ്ഞ മരങ്ങളാണെങ്കിലും എല്ലാവരും മഴ എന്ത് ചെയ്യും, നല്ല പോലെ അങ്ങ് ആസ്വദിക്കും. സോ ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് വെയിറ്റിംഗ് ഫോർ റെയിനിലെ ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.